Hi everyone, Chemical Energetics, Equilibria and Functional Group Organic Chemistryയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമ്മൾ ടോട്ടൽ 2 വോളിയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വോളിയത്തിൽ നമ്മൾ കെമിക്കൽ എനർജറ്റിക്സ് ആൻഡ് ഇക്വിലിബ്രിയ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് വോളിയം ഫങ്ഷണൽ ഗ്രൂപ്പ്, ദെൻ ഓർഗാനിക് കെമിസ്ട്രി. അങ്ങനെ 2 വോളിയം ആയിട്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ നമുക്ക് 4 ബ്ലോക്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് വോളിയത്തിൽ, അതായത് കെമിക്കൽ എനർജറ്റിക്സും ഇക്വിലിബ്രിയയിലും 2 ബ്ലോക്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഈ ഒരു വോളിയത്തിൽ കെമിക്കൽ എനർജറ്റിക്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഇതിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയ വരുന്നുണ്ട്. അതിൽ നമുക്ക് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ വോളിയം 2 എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ഈ ഒരു വോളിയത്തിൽ നമുക്ക് ബ്ലോക്ക് 3യും ബ്ലോക്ക് 4ഉം ആണ് വരുന്നത്. ബ്ലോക്ക് 3യിൽ നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അതായത് ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, ഹാലജൻ ഡെറിവേറ്റീവ്സ്, അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് 4ലാണെങ്കിൽ ഓക്സിജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 4 ബ്ലോക്സ് ആണുള്ളത്. അതിൽ തന്നെ നമുക്ക് ഒരു 80 to 90 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോട്ടലി ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1ലെ ചാപ്റ്റേഴ്സ് ആണ്. ബ്ലോക്ക് 1ല് നമ്മൾ കെമിക്കൽ എനർജറ്റിക്സ് ആണ് ഈ ഒരു ബ്ലോക്ക് 1 എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ വരുന്നത്. അതിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കെമിക്കൽ എനർജറ്റിക്സ് ബേസിക് ആസ്പെക്ട്സ്, ദെൻ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, യൂണിറ്റ് 3 തെർമോഡൈനാമിക്സ്, തെർമോകെമിസ്ട്രി, യൂണിറ്റ് 4 എന്ന് പറയുന്നത് സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 1ൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലോക്ക് 1ലെ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് കെമിക്കൽ എനർജറ്റിക്സ് ബേസിക് ആസ്പെക്ട്സ് ആണ്. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് മുന്നുള്ള നിങ്ങളുടെ ക്ലാസ്സുകളിൽ +1, +2 അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കെമിക്കൽ തെർമോഡൈനാമിക്സ്, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെർമോഡൈനാമിക് ടെർമിനോളജീസ്, തെർമോഡൈനാമിക് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം, എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് വേരിയബിൾസ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക് പ്രോസസ്സ് ഏതൊക്കെയാണ്, വർക്ക്, ഹീറ്റ് കപ്പാസിറ്റി, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, അതുപോലെ തന്നെ തെർമൽ ഇക്വിലിബ്രിയം, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു കെമിക്കൽ എനർജറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നതിനെ പറ്റി നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ എനർജിയെ പറ്റിയും അതിന്റെ അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇന്റേണൽ എനർജി തമ്മിലുള്ള റിലേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഹീറ്റ് ചേഞ്ചസ്, ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ചേഞ്ചസ് വരുന്നത് എങ്ങനെ, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രഷറിൽ വരുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ എൻതാൽപി, വർക്ക് ഓഫ് എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ തെർമോകെമിസ്ട്രി ആണ്. തെർമോകെമിസ്ട്രിയിൽ എനർജറ്റിക് ചേഞ്ചസ് അക്കമ്പനി കെമിക്കൽ റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഹീറ്റ് ചേഞ്ചസ് മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കലറിമെട്രി വെച്ചിട്ട് എങ്ങനെയാണ് എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എൻതാൽപി ഓഫ് റിയാക്ഷൻ, അതുപോലെ തന്നെ തെർമോകെമിസ്ട്രി ഇക്വേഷൻസ് നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ചസ് ഫോർ റിയാക്ഷൻ ഡെൽറ്റ H0, അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ U ആൻഡ് ഡെൽറ്റ H, ഈ ഒരു സ്റ്റാൻഡേർഡ് ചേഞ്ചസിനെ പറ്റിയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് ഫോർമേഷനും അതിന്റെ ഡിറ്റർമിനേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു എൻതാൽപി ഓഫ് ഫോർമേഷൻ ആൻഡ് എൻതാൽപി ഓഫ് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപി ഓഫ് ഫോർമേഷൻ, ഇൻഡയറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപി ഓഫ് ഫോർമേഷൻ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എൻതാൽപി ചേഞ്ച് എങ്ങനെയാണ്, അതുപോലെ തന്നെ കമ്പഷൻ റിയാക്ഷനിലും ഡിസോസിയേഷൻ ഡൈലൂഷൻസിലും ഒക്കെ എൻതാൽപി ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഈ ഒരു കിർച്ചോഫ് ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ബോണ്ട് എൻതാൽപീസ്, അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് എൻതാൽപീസ് ഓഫ് റിയാക്ഷൻ, ബോണ്ട് എൻതാൽപീസ് എന്തൊക്കെയാണ്, എൻതാൽപി ഓഫ് റിയാക്ഷൻസും ബോണ്ട് എൻതാൽപീസ് എൻതാൽപി ഓഫ് റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു തെർമോകെമിസ്ട്രിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4ൽ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കുന്നുണ്ട്. ഈ ഒരു ഫോർത്ത് ചാപ്റ്റർ വരുമ്പോൾ സെക്കൻഡ് ലോയും തേർഡ് ലോയും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സ്പോണ്ടേനിറ്റി, അതുപോലെ തന്നെ സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, എൻതാൽപി, സ്പോണ്ടേനിറ്റി അത് തമ്മിലുള്ള റിലേഷൻ, എൻട്രോപ്പി എന്താണ്, എൻട്രോപ്പി ചേഞ്ച്, അതായത് സിമ്പിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ്, എൻട്രോപ്പിയും ഈ ഒരു സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഗിബ്സ് എനർജി, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ അബ്സലൂട്ട് എൻട്രോപ്പി ഡിറ്റർമിൻ ചെയ്യുന്ന എങ്ങനെ, അതുപോലെ തന്നെ റെസിഡ്യൂവൽ എൻട്രോപ്പി, ഇതെല്ലാം നമ്മൾ ഈ ഒരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം ആണ്. ഇതിന് നമുക്ക് ടോട്ടൽ ഒരു 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഫിഫ്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം 1, യൂണിറ്റ് 6 എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം 2, യൂണിറ്റ് 7 എന്ന് പറയുന്നത് അയോണിക് ഇക്വിലിബ്രിയം 1, അതുപോലെ തന്നെ അയോണിക് ഇക്വിലിബ്രിയം 2 8th ചാപ്റ്റർ ആണ്. അയോണിക് ഇക്വിലിബ്രിയത്തിന്റെ ലാസ്റ്റ് പോർഷൻ വരുന്നത് യൂണിറ്റ് ഈ ഒരു 3 ആയിട്ട് ഈ ഒരു 9th ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റ് 5ൽ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ റിവേഴ്സിബിളും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 5ൽ, അതായത് ബ്ലോക്ക് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ കെമിക്കൽ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ ഡൈനാമിക് ഇക്വിലിബ്രിയം, ഗിബ്സ് എനർജി ചേഞ്ചസ്, അതായത് കെമിക്കൽ റിയാക്ഷനിൽ ഗിബ്സ് എനർജി ചേഞ്ചസ്, അതുപോലെ തന്നെ ഡെൽറ്റ ജിയുടെയും ഡെൽറ്റ ജി സീറോയുടെയും ഡിഫറൻസ്, അത് എങ്ങനെയാണ് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്, അതിന് എന്തൊക്കെ ഡിഫറൻസ് ഒക്കെയാണുള്ളത് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, ഐഡിയൽ ഗ്യാസ് മിക്സ്ചറിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ തെർമോഡൈനാമിക് ഡെറിവേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെ പി, കെ സി, കെ എക്സ്, കെ പി യെ കുറിച്ചും കെ സി അതുപോലെ തന്നെ കെ എക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള റിലേഷൻ, അതായത് കെ പിയും കെ സിയും കെ എക്സും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ്, ഈ ഒരു കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, കെ പിയും കെ എക്സും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ, അതായത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ഈ ഒരു സെക്കൻഡ് വരുന്ന യൂണിറ്റ് 6. അതിൽ ഇക്വിലിബ്രിയം സ്റ്റഡീസിന്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ, അതിൽ തന്നെ ഇഫക്ട് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ഇഫക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രഷറിൽ ചേഞ്ച് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എഫക്ട് ഓഫ് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ്, എഫക്ട് ഓഫ് അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ്, അതായത് സ്പീഡപ്പ് ചെയ്യാനായിട്ടുള്ള റിയാക്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റ് 6ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അയോണിക് ഇക്വിലിബ്രിയം ആണ്. അയോണിക് ഇക്വിലിബ്രിയം ഫസ്റ്റ് എന്ന് പറയുന്നത് അയോണിക് ഇക്വിലിബ്രിയത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ് എന്താണ്, നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്താണ്, സ്ട്രോങ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്തൊക്കെയാണ്, ഡിഗ്രി ഓഫ് അയണൈസേഷൻസ്, അതുപോലെ തന്നെ ഈ ഒരു ഡിഗ്രി ഓഫ് അയണൈസേഷനെ ഇത് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്താണ്, ഓസ്വാൾഡ് ഡൈലൂഷൻ ലോ എന്താണ്, അതുപോലെ തന്നെ തിയറി ഓഫ് ആസിഡിന്റെ ബേസിന്റെ തിയറീസ് പറയുന്നുണ്ട്. അതുപോലെ അറീനസ് തിയറി, ബ്രോൺസ്റ്റൺ ആൻഡ് ലോറി തിയറി, അതുപോലെ തന്നെ ലൂയിസ് തിയറി, അതുപോലെ തന്നെ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, അതായത് KW pH തമ്മിലുള്ള എന്താണ് റിലേഷൻ ഉള്ളത്, അതുപോലെ തന്നെ pHന്റെ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെയാണ് ഉള്ളതൊക്കെ നമ്മൾ ഈ ഒരു അയോണിക് ഇക്വിലിബ്രിയത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അയോണിക് ഇക്വിലിബ്രിയം 2 ആണ്. അത് യൂണിറ്റ് 8 അയണൈസേഷൻ കോൺസ്റ്റന്റ്, അതായത് വീക്ക് ആസിഡ്സിന്റെയും ബേസിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ വീക്ക് ആസിഡിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ്, വീക്ക് ബേസിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ എന്താണ് അയണൈസേഷൻ ഓഫ് ഡിപ്രോട്ടിക് ആൻഡ് പോളിപ്രോട്ടിക് ആസിഡ്സ്, അതുപോലെ തന്നെ എന്താണ് ഡിപ്രോട്ടിക് ആസിഡ്സ്, ഡൈപ്രോട്ടിക് ആസിഡ്സ് അയണൈസേഷൻ, അതുപോലെ തന്നെ ട്രൈപ്രോട്ടിക് ആസിഡ്സ് അതിന്റെ അയണൈസേഷൻ, അതുപോലെ തന്നെ ആസിഡ്സിന്റെയും ബേസിന്റെയും സ്ട്രെങ്സ്, ഓമൺ അയൺ ഇഫക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ബഫർ സൊല്യൂഷൻ, ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബഫർ ആക്ഷൻസ്, അതുപോലെ തന്നെ ഹെൻഡേഴ്സൺ ഹെയ്സൻബർഗ് ഇക്വേഷൻസ്, അതുപോലെ തന്നെ ബഫർ കപ്പാസിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെയാണ്, ഈ ഒരു മെയിൻ ഹെഡിങ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ അയോണിക് ഇക്വിലിബ്രിയത്തിന്റെ തേർഡ് ചാപ്റ്റർ ആണ്.
അതായത് സോൾട്ട് ഹൈഡ്രോലൈസിസ് കോൺസ്റ്റന്റ് ആൻഡ് ഡിഗ്രി ഓഫ് ഹൈഡ്രോലൈസിസ്, pH സോൾട്ട് സൊല്യൂഷന്റെ pH, അതുപോലെ തന്നെ സോളിബിലിറ്റി ഇക്വിലിബ്രിയ, സോളിബിലിറ്റി ആൻഡ് സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ ഇഫക്ട് ഓഫ് കോമൺ അയൺ ഇഫക്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ ഇഫക്ട് ഓഫ് കോമൺ അയൺ, അതായത് സോളിബിലിറ്റി ഇക്വിലിബ്രിയത്തില് ഈ ഒരു കോമൺ അയൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോളിബിലിറ്റി പ്രോഡക്റ്റിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലും സെക്കൻഡ് ബ്ലോക്കിലും നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് 3 ആണ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹാലജൻ ഡെറിവേറ്റീവ്സ്. ഇവിടെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് നമ്മൾ കടക്കുവാണ്. പ്രിപ്പറേഷൻ ഓഫ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അതുപോലെ തന്നെ അരോമാറ്റിക് കോമ്പൗണ്ട്സ്, റിയാക്ഷൻസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട് 2, ആൽക്കിൽ ഹാലൈഡ്സ്, അറൈൽ ഹാലൈഡ്സ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 3, അതായത് ബ്ലോക്ക് 3 നമ്മൾ നോക്കുന്നുണ്ട്. ഈ ബ്ലോക്ക് 3 ഫസ്റ്റ് ചാപ്റ്റർ, അതായത് യൂണിറ്റ് 10 എന്ന് പറയുന്നത് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്താണ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ, ഹക്കൽസ് റൂൾസിനെ പറ്റിയും, അതുപോലെ തന്നെ അതിന്റെ ഒക്കറൻസ്, ബെൻസീന്റെ സ്ട്രക്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടി, ബെൻസീന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ബെൻസീന്റെ യൂസ് എന്താണ്, അതിന്റെ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്, കാർസിനോജനിക്, ബെൻസീന്റെ കാർസിനോജനിക് നേച്ചർ, ബെൻസീന്റെ പ്രിപ്പറേഷൻ, ആൽക്കിൽ ബെൻസീൻസിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ബെൻസീന്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ആൽക്കിൽ ബെൻസീന്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റ് 10 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്, ഫസ്റ്റ് അരോമാറ്റിക് കോമ്പൗണ്ടിന്റെ റിയാക്ഷൻസ് ആണ്. അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസിനെ പറ്റി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ നൈട്രേഷൻ, ഹാലോജനേഷൻ, സൾഫോണേഷൻ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട്, ഓരോ റിയാക്ഷൻസ്. അതുപോലെ തന്നെ ഫെഡൈൽ ക്രാഫ്റ്റ് ആൽക്കിലേഷൻ, അസൈലേഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ എന്താണ് അഡീഷൻ റിയാക്ഷൻ, ബെൻസീന്റെ അഡീഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ഹാലജൻ, ഈ ഒരു ഹാലജൻ ബെൻസീനിലോട്ട് ആഡ് ചെയ്യുമ്പോഴുള്ള അഡീഷൻ റിയാക്ഷൻ എങ്ങനെയാണ്, റിഡക്ഷൻ റിയാക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ, ഈ ഒരു റിയാക്ഷൻ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട് 1 എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതിന്റെ എന്താണ് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് യൂണിറ്റ് 12 വരുന്നത്. ഈ ഒരു ഇഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ റിയാക്ടിവിറ്റി ആൻഡ് ഓറിയന്റേഷൻ, അതുപോലെ തന്നെ റിയാക്ടിവിറ്റിയിൽ ഇഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓറിയന്റേഷനിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ സൈഡ് ചെയിൻസിന്റെ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സൈഡ് ചെയിൻസിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ സൈഡ് ചെയിൻസിന്റെ ഓക്സിഡേഷൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു റിയാക്ഷൻസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സിന് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആൽക്കിൽ ഹാലൈഡ്സ് ആണ്. ആൽക്കിൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് ആൽക്കിൽ ഹാലൈഡ്സ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലജൻ ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ ആൽക്കിൽ ഹാലൈഡ്സിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ഹാലജൻ ഡെറിവേറ്റീവ്സിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ഹാലജൻ ഡെറിവേറ്റീവ്സിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആൽക്കിൽ ഹാലൈഡ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ആൽക്കിൽ ഹാലൈഡ്സിന്റെ യൂസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലാബ് ഡിറ്റക്ഷൻ, ഇത്രയും നമ്മൾ ഈ ഒരു യൂണിറ്റ് 13 ഈ ഒരു തേർഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അരൈൽ ഹാലൈഡ്സ് ആണ്. അപ്പോ ഇതില് അതിന്റെ സ്ട്രക്ചർ നോക്കുന്നുണ്ട്, റിയാക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്, അരൈൽ ഹാലൈഡ്സിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അരൈൽ ഹാലൈഡ്സിന്റെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു അഡീഷൻ എലിമിനേഷൻ വഴി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, ബെൻസീൻ ഇന്റർമീഡിയറ്റ്സ് ഈ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്യൂ ടു കാർബൺ എക്സ് ബോണ്ട് എന്താണ് റിയാക്ഷൻസ്, അതുപോലെ തന്നെ റിയാക്ടിവിറ്റിയും അതുപോലെ തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത്, CX ബോൺസിന്റെ ഹാലജൻ ഡെറിവേറ്റീവ്സിലെ റിയാക്ടിവിറ്റിയും റിലേറ്റീവ് സ്ട്രെങ്തും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു അറൈൽ ഹാലൈഡ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ബ്ലോക്ക് ആണ്. അപ്പൊ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്സിജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ അതിൽ ഈ ഒരു യൂണിറ്റ് 15th 16th 17 അങ്ങനെ 19 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഓൾ പേപ്പറിൽ നമുക്കുള്ളത്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് ബ്ലോക്കിൽ ഓർഗാനിക്, അതായത് ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അതിൽ ഫസ്റ്റ് ആണ് ആൽക്കഹോൾസ്, പിന്നെ ഫീനോൾ യൂണിറ്റ് 16th, പിന്നെ 17th ചാപ്റ്റർ ഈതർ, അതുപോലെ തന്നെ 18th ചാപ്റ്റർ ആൽഡിഹൈഡ്സും കീറ്റോൺസും എന്തൊക്കെയാണ്, അതുപോലെ തന്നെ യൂണിറ്റ് 19 ലാസ്റ്റ് ചാപ്റ്റർ അരോമാറ്റിക് ആൽഡിഹൈഡ്സും കീറ്റോൺസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് യൂണിറ്റ് 15th ആൽക്കഹോൾസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇതില് ആൽക്കഹോൾ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ, അതിന്റെ സ്ട്രക്ചർ ഓഫ് ആൽക്കഹോൾ, ഈ ആൽക്കഹോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്,
അതുപോലെ തന്നെ ഈ ഒരു ജനറൽ മെത്തേഡ്സ്, അതായത് ഈ ഒരു ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ജനറൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഈ ഒരു ആൽക്കഹോളിനെ കൊമേഴ്ഷ്യലി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആസിഡ് ബേസിക് നേച്ചർ ഓഫ് ആൽക്കഹോളിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടിയും, അതുപോലെ തന്നെ OH ബോൺസിന്റെ റിയാക്ഷൻ, CO ബോൺസിന്റെ റിയാക്ഷൻ, ഓക്സിഡേഷൻ, ആൽക്കഹോൾസിന്റെ ഓക്സിഡേഷൻ, ഡയോൾസ്, അതുപോലെ തന്നെ ലാബ് ഡിറ്റക്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ആൽക്കഹോളിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫീനോൾ ആണ്. 16th ചാപ്റ്റർ എന്താണ് ഫീനോൾ, അതുപോലെ തന്നെ സ്ട്രക്ചർ, റിയാക്ടിവിറ്റി, നമ്മൾ ഈ ഒരു ആൽക്കഹോൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അസിഡിറ്റിയും ബേസിസിറ്റി, ആൽക്കഹോൾസിനെ ഫിനോൾസിനെ അസിഡിറ്റി ബേസിസിറ്റി ഒക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയാക്ഷൻ, ഫീനോളിക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ റിയാക്ഷൻസ്, അതുപോലെ തന്നെ അരോമാറ്റിക് റിംഗ് ഓക്സിഡേഷൻ ഓഫ് ഫീനോൾസ്, കണ്ടൻസേഷൻ റിയാക്ഷൻ, കപ്ലിംഗ് റിയാക്ഷൻ, അതുപോലെ തന്നെ ലിബർമാൻ നൈട്രോസോ റിയാക്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ഫീനോളിന്റെ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 17 എന്ന് പറയുമ്പോൾ ഈതർ ആണ്. ഈതർ എന്ന് പറയുമ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഈതറിന്റെ പ്രിപ്പറേഷൻ, ഓപ്പൺ ചെയിൻ ഈതറിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ എപ്പോക്സൈഡ്സ് പ്രിപ്പറേഷൻ, ഈതേഴ്സിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, ഓപ്പൺ ചെയിനിന്റെ റിയാക്ഷൻ, അതുപോലെ തന്നെ ഈതേഴ്സ് റിയാക്ഷൻ ഓഫ് എപ്പോക്സൈഡ്സ്, പ്രൗഡ് ഈതേഴ്സ് ആൻഡ് ക്രിപ്റ്റൻസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസ്, ഇതെല്ലാം നമ്മൾ ഈതറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 17 പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആൽഡിഹൈഡ്സും കീറ്റോൺസിനെ പറ്റിയാണ്. ഈ ഒരു യൂണിറ്റ് 18th ചാപ്റ്റർ സ്ട്രക്ചർ, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ കാർബണിൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിന്റെ പ്രിപ്പറേഷൻസ്, ജനറൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സും കീറ്റോൺസും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ആൽഡിഹൈഡ്സിന്റെ കീറ്റോൺസിന്റെ ഇൻഡസ്ട്രിയൽ മെത്തേഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ റിയാക്ഷൻ ഇൻവോൾവിംഗ് ആൽഫ ഹൈഡ്രജൻസിലെ റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, കണ്ടൻസേഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ആൽഡിഹൈഡ്സിന്റെ കീറ്റോൺസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നെയിമിംഗ് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഒക്കെ നോക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസ്, ലാബ് ഡിറ്റക്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ആൽഡിഹൈഡ്സിന്റെ കീറ്റോൺസിന്റെ ഈ ഒരു യൂണിറ്റ് 18 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 19 ആണ്, ലാസ്റ്റ് ചാപ്റ്റർ അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ബെൻസാൽഡിഹൈഡ്സിന്റെ അസറ്റോഫിനോൺസിന്റെ ഒക്കെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ്, എന്താണ് അരോമാറ്റിക് ആൽഡിഹൈഡ്സും കീറ്റോൺസും എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരയിൽ ആൽഡിഹൈഡ്സിന്റെ കീറ്റോൺസിന്റെ ഒക്കെ റിയാക്ഷൻസ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെൻസാൽഡിഹൈഡ്, അസറ്റോഫിനോൺ, ഈ ഒരു ബെൻസീൻ റിംഗ്സിലുള്ള റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമ്മൾ ടോട്ടൽ 2 വോളിയൂംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ വോളിയത്തിലും 2 ബ്ലോക്സ് വീതം, അങ്ങനെ നമുക്ക് ടോട്ടൽ 4 ബ്ലോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ട് നമുക്ക് 19 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പൊ അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ പോർഷൻസ്, അതുപോലെ തെർമോഡൈനാമിക്സിന്റെ ഒക്കെ പോർഷൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പോ ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ ഓരോ ചാപ്റ്റേഴ്സിന്റെ സ്ട്രക്ചർ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പൊ നമ്മുടെ ഓരോ യൂണിറ്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും അതിന്റെ പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. അതിന്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കി അതിലെ ഓരോ പോർഷൻസിലും എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവുക. അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പർ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ 19 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ അതിന്റെ ആ ഒരു ലെങ്ത് അനുസരിച്ച് നമുക്ക് ചിലപ്പോ അത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ 5th പാർട്ട് വരെ നമുക്ക് പോവാം. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു 19 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്